ഞങ്ങളുടെ ഈ ഗ്യാതറിങ്ങിൻ്റെ ഒരു ഏറ്റവും മനോഹരമായ ഒരു ഹൈലൈറ്റാണിത്. കാരണം നമ്മുടെ കൂടെയുള്ള ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവുകളൊക്കെ പുറത്തേക്ക് എടുക്കാനായിട്ട് കുറേ സമയമെടുക്കും. ഇത് ഞങ്ങളുടെ ഇപ്പം മിസ്സസ് ആണ്, പക്ഷെ അന്നത്തെ ഞങ്ങളുടെ ലൈഷ പോള് ഇവളുണ്ടല്ലോ, ഒരു കുക്കിങ്ങും ചെയ്ത് അന്ന് കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അല്ലേ മിനിമൈക്കളെ? നമ്മളൊക്കെ അന്ന് അവിടുത്തെ പാറ്റ്നയിലെ പറമ്പിൽ നിന്ന് നമ്മളൊക്കെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ പറിച്ച് നമ്മള് കറിയൊക്കെ ഉണ്ടാക്കത്തില്ലായിരുന്നോ? അവൾ അന്ന് ഇവളിതൊന്നും ചെയ്തില്ല. പഠിക്കാനുള്ളതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവള് ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള. അപ്പൊ അവൾ അന്നൊന്നും ചെയ്തില്ല. ഇന്ന് ഇപ്പൊ അവള് പഠിക്കുകയും ചെയ്ത് ജോലിയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ കണ്ണൂരിന്റെ സുന്ദരിയായ മിനിമൈക്കിള്, ഞങ്ങൾക്ക് എന്നും മിനിമൈക്കിളാണ് ഇവള്. മിനിമൈക്കിള് തേണ്ട അവളുടെ മാവിന്ന് പറിച്ചോണ്ട് വന്ന മൂവാണ്ടൻ മാങ്ങ തേണ്ട തൊലി ചെത്തിയിട്ട് തേണ്ട ലൈഷയ്ക്ക് പറയാനുള്ളത് കേക്കട്ടെ. ലൈഷ ഇത് എവിടുന്നോ പഠിച്ചില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഹസ്ബൻഡിന്റെ കൂടെ കൂടി, ഹസ്ബൻഡ് നല്ല കുക്കാണ്. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ബെൽഫാസ്റ്റിൽ ഒരു കൊച്ചി കിച്ചൺ എന്ന് പറഞ്ഞൊരു കേറ്ററിംഗ് സർവീസ് ടേക്ക് അവേയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. കുറെ വർഷങ്ങളായി, 20 വർഷമായി. അപ്പം കേറ്ററിംഗ് തുടങ്ങിയിട്ട് 20 വർഷമായി. അപ്പൊ അവിടെ നിന്ന് ഞാനും പഠിച്ചു കുറെയൊക്കെ കാര്യങ്ങള്. എല്ലാം ചെറുതും വലുതുമായിട്ടുള്ള കാറ്ററിംഗ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അവിടേക്ക്. ബിസിനസ് പ്രൊമോഷൻ കൂടിയാണ് കേട്ടോ. അല്ല, ഞാൻ ഇതുവഴി ഇതിങ്ങനെ ഇവിടെ വിളിച്ചതൊന്നുമല്ല. ഇന്നലെ ഞാൻ കേട്ട് ഇവിടെ എന്തോ ഒരു മാങ്ങയുടെ എന്തോ ഉണ്ടാക്കിയെന്ന്. അപ്പൊ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പൊ എനിക്കിപ്പോ ഇതിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഇത് വിചാരിച്ചില്ല ലൈഷ ഇത് ചെയ്യൂന്ന്. കാരണം അന്ന് നേഴ്സ് സ്കൂളിൽ ഇവിടെ ഞാൻ ഒരു ജോലിയും ചെയ്ത് കണ്ടിട്ടില്ല. നമ്മളൊക്കെ ആണെങ്കിൽ പറമ്പിൽ നിന്നൊക്കെ പറിച്ച പൊട്ടറ്റോയും ബൈഗണും ഒക്കെ വെച്ച് നമ്മൾ കറി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഏറ്റുകിടക്കും കല്ലിന് മണ്ണിന്. അപ്പൊ നിങ്ങൾ അവിടെ ചമ്മന്തി അരയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ബാക്കിയെല്ലാം ജോലി ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങൾ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് അവിടെ? ഞങ്ങള് കേറ്ററിംഗ് തുടങ്ങിയിട്ട് 20 വർഷമായി. ഇപ്പൊ കട തുടങ്ങിയിട്ട് 3-5 വർഷമായിട്ടുള്ളൂ. ആദ്യം വേറൊരു കടയുണ്ട്, അതിപ്പോ വേറൊരു കടയാണ്. അപ്പൊ പുതിയ കടയുടെ പേരാണ് കൊച്ചി കിച്ചൺ. അപ്പൊ എന്തെല്ലാം ഫുഡ്? ലഞ്ച് ഉണ്ട്, ഡിന്നർ ഉണ്ട്, സ്നാക്സ് ഉണ്ട്, പിന്നെ എല്ലാ കാറ്ററിംഗും എല്ലാം ചെയ്യും. അപ്പം നേഴ്സിംഗ് ജോലിയോടൊപ്പം തന്നെ, അതായത് നേഴ്സിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ അന്നം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാറ്ററിംഗ് ഒക്കെ. ആ ജോലിയോടൊക്കെ തന്നെ തേണ്ട അവള് വളരെ മനോഹരമായിട്ട്, അതായത് ഇതിനകത്ത് മാങ്ങ, പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാ, ഉപ്പ്, മുളക്, ഇനി പച്ചമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും, കാന്താരി. ഓക്കെ. ഇപ്പൊ അതിനോടൊപ്പം തന്നെ ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഞങ്ങളുടെ ബാച്ചിലെ എവർഗ്രീൻ ആണ്, ഒരു നാടൻ സുന്ദരി. അവളെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇവിടെ നാട്ടില് തിന്നിട്ട് ടേസ്റ്റ് പറയും. അതെ, ടേസ്റ്റ് ഒന്ന് ഇളക്കണം. ഓക്കെ, ജെസ്സി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇവിടെ നാട്ടിലെ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യത്തുള്ളു. ഓക്കെ, നോക്കട്ടെ. ലൈഷ പറയുന്നുണ്ട് ലൈഷയുടെ കൊച്ചി കിച്ചൺ ഭയങ്കര ഫേമസ് ആണ്. നമ്മളിപ്പോ ഇവൾക്ക് മാർക്ക് ഇടുന്നതായിരിക്കും. ഞാൻ ഒരു കഷ്ണം എടുത്ത് തിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ്, നാടൻ മാങ്ങയുടെ രുചി എങ്ങനെയുണ്ടെന്ന് അറിയാം. നമ്മുടെ ഇപ്പം ലൈഷയുടെ ലാസ്റ്റ് നെയിം എന്താ? ഇപ്പം ലൈഷ ജോയി ലൈഷയിൽ വരുത്തിയ മാറ്റം നമുക്ക് ജെസ്സി ടേസ്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. ഓ, എന്റെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നു. എന്റെ അമ്മോ, എനിക്ക് വയ്യ. സൂപ്പറാണ്. ഓ, 916. ഓ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്ന കണ്ടോ? മാങ്ങ, ഉപ്പ്, ചുമന്ന മുളക് പൊടി, അല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് നല്ലത്. ഇതിനകത്ത് വെളിച്ചെണ്ണ ചേർക്കുവോ? ഇല്ല, വെളിച്ചെണ്ണ ചേർക്കത്തില്ല. അതായത് നമ്മൾ ഓർക്കുന്നുണ്ടോ ചെറുപ്പത്തിലൊക്കെ നമ്മൾ മാങ്ങ പറിച്ചിട്ട് ഇതുണ്ട്. ഞങ്ങളുടെ ലഞ്ചിന് ഇന്ന് കപ്പ ബിരിയാണിയാണ്. ആ കപ്പ ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് ഇത് കഴിക്കുന്നതായിരിക്കും. ടേസ്റ്റ് ചെയ്യട്ടെ.
സൂപ്പർ എന്തായാലും UK വരുമ്പോ ഞാൻ കൊച്ചി കിച്ചണിൽ വരുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, നിങ്ങളും പോവുക UK കൊച്ചി കിച്ചണിൽ. അവിടെ പോയി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അല്ല അത് പാടാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മാങ്ങ, ഉപ്പ്, മുളക് പൊടി. പക്ഷെ വേണമെങ്കിൽ ഉള്ളിയൊക്കെ ഇടുവോ? ഉള്ളി ഇടണമെങ്കിൽ ഇടാം, പക്ഷെ ഇതാ ടേസ്റ്റ്. അതേപോലെ വേണ്ട. സിസ്റ്ററൊക്കെ അവിടെ ഓടി വരുന്നോ? സിസ്റ്റേഴ്സൊക്കെ മാങ്ങ തയ്ക്കാൻ ഓടി വരുന്നു. വല്ലുവിളിയൊന്നും ഒരു പ്രശ്നമല്ല. താങ്ക് യു. ഓക്കെ.